ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് മാറിപ്പോകുന്നു. മാറിപ്പോകരുത്. ഹല്ലേലൂയ. എന്ത് പ്രയാസങ്ങൾ മുൻപിൽ കണ്ടാലും ദർശനത്തിലേക്കുള്ള യാത്രയായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ദർശനം ദൈവം നമ്മുടെ ഉള്ളിൽ തരും. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും നിങ്ങളെ എന്താക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു മനസ്സിലാക്കി തരും. അതിനു മുമ്പ് ഒരു വലിയ ദർശനത്തിന്റെ ഉള്ളിലാണ് ദൈവം നമുക്ക് നമ്മുടേതായ ചെറിയ ദർശനം തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ബൈബിളിന്റെ ദർശനം എന്തെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ബൈബിളിന്റെ ദർശനം എന്താണ്? ദൈവത്തിന്റെ പർപ്പസ് എന്താണ്? കർത്താവ് പിതാവിന്റെ പർപ്പസ് എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ പർപ്പസ് എന്താണ്? ചർച്ചിന്റെ പർപ്പസ് എന്താണ്? സഭയുടെ പർപ്പസ് എന്താണെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഇത് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ പല ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആൻസർ ലഭിക്കുവാനായിട്ട് ഇടയാകും. നമുക്ക് പലപ്പോഴും ചോദ്യമുണ്ട്. ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്നു. ആ ജേർണലിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്തുകൊണ്ടാണ് ഈ സാത്താനെ പിടിച്ച് പൂട്ടിയിടാത്ത, അവനെ നശിപ്പിച്ച് കളയാത്ത? ദൈവം സർവശക്തനല്ലേ, ദൈവം ഒറ്റയടിക്കുന്നതൊക്കെ ചെയ്തുകൂടെ? സത്യമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ചോദ്യം. എന്നാൽ ഹല്ലേലൂയ, പ്രിയ ദൈവത്തിന് ഈ സമയത്ത് ഈ വക ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ആൻസർ ലഭിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സകലരെയും ആകർഷിക്കുന്ന ദൈവം, സകലം രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാണ് ദൈവം എല്ലാവരെയും ആകർഷിക്കാത്തത്? ഹല്ലേലൂയ. നീ ഒരു അത്ഭുതം ചെയ്യുക, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെന്ന് യഹൂദന്മാർ പറയുമ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യാതെ വക്രതയും കോട്ടയുമുള്ള തലമുറ അത്ഭുതം അടയാളം അന്വേഷിക്കുന്നത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ദൈവം എന്തുകൊണ്ടാണ് സാത്താനെ ഗാർഡനിൽ അനുവദിച്ചത്? അതുകൊണ്ടല്ലേ ഈ ആദത്തിന് ഈ അബ്ദം പറ്റുവാനായിട്ട് ഇടയായത്. ദൈവം എന്തുകൊണ്ടാണ് ഒരു ആ നന്മ തിന്മകളുടെ വൃക്ഷം ഈ തോട്ടത്തിന്റെ നടുവിൽ ദൈവം എന്തിനാ നട്ടത്? ദൈവത്തിന് നടാതിരുന്ന പോരായിരുന്നോ? പല പല ചോദ്യം. എന്തുകൊണ്ട് ഹവ്വയെ ദൈവം തടഞ്ഞില്ല? ആ സമയത്ത് ദൈവത്തിനൊരു ദൂതനെയൊക്കെ തടഞ്ഞ പോലെ ഈ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തുകൊണ്ട് ദൈവം തടഞ്ഞില്ല? എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ നിലക്ക് നിർത്താൻ ആദത്തോട് പറയാഞ്ഞത് ദൈവം? ഹല്ലേലൂയ. പല പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയരുക. എന്തുകൊണ്ടാണ് വീഴ്ചയ്ക്ക് മുമ്പ് നീ നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കാൻ ദൈവം ആദത്തോട് പറയാഞ്ഞത്? ആമേൻ. അനേക ചോദ്യങ്ങൾക്ക് ദൈവം ഇവിടെ നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവുകയാണ്. എന്തുകൊണ്ട് 1000 വർഷം പിശാചിനെ പൂട്ടിയിട്ടിട്ടും അതേ ദൈവം തന്നെ ഈ പിശാചിനെ അഴിച്ചുവിട്ടു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ഉത്തരം തരാൻ പോവുക, വളരെ മനോഹരമായിട്ട് ഉത്തരം തരാൻ പോവുക. ആദ്യം പറഞ്ഞ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, ഇനി നിങ്ങളുടെ കയ്യിലുള്ള തന്നിരിക്കുന്ന ആ ലീഫ് ലെറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ നിങ്ങളുടെ ബൈബിളിന്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ബൈബിളിന്റെ സന്ദേശമാണത്. ഒന്ന്, ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലെ സമയത്തിലല്ല. ദൈവം പ്രവർത്തിക്കുന്നത് നിത്യതയിലാണ്. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുന്നത് നിത്യതയിലാണ്. നിങ്ങൾ ഈ ബോർഡിൽ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കാണുന്ന ഈ ഡോട്ടഡ് ലൈനുകൾ നിത്യതയെ കുറിക്കുന്നു. എറ്റേണിറ്റി ഇത് മൊത്തം ഡോട്ടഡ് ലൈൻ നിത്യതയെ കാണിക്കുകയാണ്. എന്നാൽ ഈ നിത്യതയെ രണ്ടായിട്ട് മുറിക്കുകയാണ്. സങ്കീർത്തനക്കാരനായ മോശ നിത്യതയെ രണ്ടായിട്ട് മുറിക്കുകയാണ്. എന്താണ്? ദൈവത്തിന്റെ വചനം 90 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുകയാണ്, നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാകുന്നു. നിത്യത മുതൽ നിത്യത വരെ നീ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഷാർജ മുതൽ ഷാർജ വരെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. അതിന്റെ അർത്ഥം ഷാർജയെ ഒരു നാൾ രണ്ടായിട്ട് മുറിച്ചാൽ സൗത്ത് ഷാർജ നോർത്ത് ഷാർജ എന്ന് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രിയ ദൈവത്തിന് പറയാം സൗത്ത് ഷാർജ മുതൽ നോർത്ത് ഷാർജ വരെ എന്ന് പറയാം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവത്തിന് ഇവിടെ നിത്യതയെ രണ്ടായിട്ട് മുറിക്കുകയാണ്. 90 സങ്കീർത്തനം 2-ാം വാക്യത്തില് നിത്യത രണ്ടായിട്ട് മുറിക്കുകയാണ്. അവിടെ പറയാണ്, everlasting to everlasting you are God. അനാദിയായും ശാശ്വതമായും നീ ദൈവമാകുന്നു. അല്ല, ഹിബ്രുവിൽ പറഞ്ഞാൽ ഓവളം ടു ഓവളം you are God. ആമേൻ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടത്. നീ ഭൂമിയെ ഭൂമണ്ഡലത്തിൽ നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. മലയാളത്തിൽ അനാദി എന്ന് പറഞ്ഞാൽ ആദ്യ പകുതി, ശാശ്വതം എന്ന് പറഞ്ഞാൽ നിത്യതയുടെ 2-ാം പകുതി. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എറ്റേണിറ്റി ടു എറ്റേണിറ്റി യു ആർ ഗോഡ്. ഹല്ലേലൂയ. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. സങ്കീർത്തനം 41:13 സങ്കീർത്തനം 106:48 മലയാളം ബൈബിളിൽ ക്ലിയർ അല്ല. കിങ് ജെയിംസ് അല്ലെങ്കിൽ NKJ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെയും കാണാം എറ്റേണിറ്റി ടു എറ്റേണിറ്റി യു ആർ ഗോഡ്. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ വീട്ടിൽ പോയി അത് വായിച്ചു നോക്കുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിത്യത രണ്ടായിട്ട് മുറിഞ്ഞു ഇരിക്കുന്നതായിട്ട് കാണാം. എറ്റേണിറ്റി ടു എറ്റേണിറ്റി ദൈവം പ്രവർത്തിക്കുന്ന നിത്യതയിലാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു ഇടവേള ഉണ്ടായി. ആ ഇടവേളയുടെ പേരാണ് സമയം. എന്താണ് സമയം?
സമയം. ഇറ്റ്സ് ആൻ ഇന്ററപ്ഷൻ ഇൻ എറ്റർണിറ്റി. നിത്യതയിലെ ഇടവേളയുടെ പേരാണ് സമയം. ആമേൻ. നിത്യതയിൽ ഉണ്ടായ ഇടവേളയുടെ പേരാണ് സമയം. ഇപ്പോൾ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചിന്തിക്കരുത്, ഈ സമയം തുടർന്നിരിക്കുന്നത്, സമയം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് സമയം തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് 1-ാം ദിവസം പറയുണ്ടായി, ആ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? വെളിച്ചമുണ്ടായി. സന്ധ്യയായി വിശുദ്ധായി 1-ാം ദിവസം സമയം ആരംഭിച്ചു. സമയം ആരംഭിച്ചു. തുടർന്ന് സന്ധ്യ ഉഷസായി 2-ാം ദിവസം, സന്ധ്യ ഉഷസായി 3-ാം ദിവസം. സമയം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഈ സമയം ഒരിക്കൽ അവസാനിക്കും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരിക്കൽ നേരം വെളുത്താൽ പിന്നെ സന്ധ്യയാവുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ നേരം വെളുത്താൽ സന്ധ്യയാവുകയില്ല. ഇവിടെ വെച്ച് നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ഈ പോയിന്റ് വെച്ച് സമയം ആരംഭിച്ചു. ഇതാണ് സന്ധ്യ ഉഷസായി 1-ാം ദിവസം. എന്നാൽ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ദിവസം നേരം വെളുത്താൽ പിന്നെ സന്ധ്യയാവുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. അന്ന് സമയം അവസാനിക്കുന്നു, വീണ്ടും നിത്യത ആരംഭിക്കുകയായി. നിത്യത രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു. അന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എറ്റേണിറ്റി ടു എറ്റേണിറ്റി. നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ മനസ്സിലാക്കുക. തുടർന്ന് എന്തിനാണ് ദൈവം ഈ സമയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? തന്റെ വലിയ ഒരു പ്രൊജക്ട് ഈ സമയത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ വലിയ ഒരു പ്രൊജക്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രൊജക്ടിന്റെ വലിയ പ്രൊജക്ടിന്റെ ഒരു ചെറിയ ഭാഗങ്ങൾ ഈ സമയത്തെ ഇതിനെ അനേക ബില്യണുകളായി ട്രില്യണുകളായി മുറിച്ച് ആ ഒരു കഷ്ണം അതിന് ആദത്തിന് കൊടുത്തു, ഒരു കഷ്ണം അബ്രഹാമിന് കൊടുത്തു, ഒരു കഷ്ണം മോശയ്ക്ക് കൊടുത്തു, ഒരു കഷ്ണം കാലേബിന് കൊടുത്തു, ഒരു കഷ്ണം ജോഷയ്ക്ക് കൊടുത്തു, ഒരു കഷ്ണം ഫിലിപ്പോസിന് കൊടുത്തു, ഒരു കഷ്ണം സഹോദരി മേരിക്ക് കൊടുത്തു, ഒരു കഷ്ണം സഹോദരൻ റൈജോന് കൊടുത്തു, ഒരു കഷ്ണം എനിക്കും തന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഒരു ചെറിയ ചെറിയ സമയത്തിന്റെ കഷ്ണം ദൈവം തന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ സമയത്തെ മുറിച്ച് വെണ്ടയ്ക്ക മുറിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണമാക്കുന്നത് പോലെ വെണ്ടയ്ക്ക ഒരു 5-8 കഷ്ണമാക്കി മുറിക്കാമെങ്കിൽ സമയം ദൈവം ട്രില്യൺ കണക്കിന് പീസുകളായിട്ട് മുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇന്ന മോളെ മേരി, ഇന്ന മോനെ സന്തോഷേ, ഈ സമയം നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കരുത്. ഈ സമയം താക്കത്തിൽ ഉപയോഗിച്ചോളാം. കാരണം സമയം എന്ന് പറയുന്നത് ഒരു കറൻസിയാണ്. സമയം എന്ന് പറയുന്നത് കറൻസിയാണ്. നീ ഇവിടെ ഡോളർ ഉപയോഗിക്കുന്നില്ലേ, നീ ഇവിടെ ദിർഹം ഉപയോഗിക്കുന്നില്ലേ, ഇതൊക്കെ താൽക്കാലികമായ കറൻസിയാണ്. ഈ സമയം ഉപയോഗിച്ച് നിനക്ക് വേണമെങ്കിൽ ഡോളർ ഉണ്ടാക്കാം. ഈ സമയം ഉപയോഗിച്ച്, സമയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കറൻസിയാണ്. ഈ പ്ലാറ്റ്ഫോം കറൻസി ഉപയോഗിച്ച് നിനക്ക് ടെമ്പററി കറൻസിയായ ഡോളർ മേടിക്കാം, ടെമ്പററി കറൻസിയായ ദിർഹം ഉണ്ടാക്കാം. എന്നാൽ ഹല്ലേലൂയ, ഇതേ സമയം ഉപയോഗിച്ച് നിനക്ക് നിന്റെ ജീവനും വാങ്ങിക്കാം. ആ ജീവൻ നിന്റെ ജീവനായിരിക്കണം. ഹല്ലേലൂയ. രണ്ടിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കറൻസിയാണ് സമയം. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് നല്ല സ്റ്റെപ്പ് തരുന്നു. ഹല്ലേലൂയ. കരങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഭാവിയിലെ അനുഗ്രഹീത ദൈവദാസന്മാരായി മാറാനുള്ളവരാ നിങ്ങൾ ഓരോരുത്തരും. ദർശനമില്ലാതെ ഓടരുത്, ദർശനം അറിഞ്ഞ് ഓടണം. ദർശനം അറിഞ്ഞ് ഓടിയാൽ ജീവിതത്തിൽ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും കൂരിൽ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നുപോയാലും നിങ്ങൾ പതറുകയില്ല. കാരണം ആര് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയതെന്ന് എനിക്കറിയാം. എന്നെ ഇറക്കിയ വിശ്വസ്തനാ, എന്നിലൂടെ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കുവാൻ എന്റെ പിന്നിലുള്ള ദൈവം, എന്റെ കൂടെയുള്ള ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ കുലുങ്ങത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, എന്തിനാണെന്നറിയാമോ ദൈവം ചെയ്തത്? അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. എന്നാൽ ഈ ക്ലാസ് നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. എഫേസ്യർ 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനം പറയുകയാണ്, ദൈവം എപ്പോഴാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്തല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. എന്നോട് നിങ്ങളുടെ ആരുടെ സുവിശേഷം എന്ന് പറഞ്ഞപ്പോഴല്ല തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തപ്പോഴെന്നറിയാമോ? സമയം തുടങ്ങുന്നതിന് മുമ്പ്, ബിഫോർ ദ ടൈം ബിഗൺ. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ടൈം ബിഗൺ. സമയം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ആമേൻ. ഹല്ലേലൂയ. നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. എപ്പോ തെരഞ്ഞെടുത്തു?
സമയം ആരംഭിക്കുന്നതിന് മുമ്പ്, ലോക സ്ഥാപനത്തിന് മുമ്പ്. ഹല്ലേലൂയ. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിള് ഒന്ന് കയ്യിൽ വെച്ചോളാം, എസ്പെഷ്യലി കിങ് ജെയിംസ് വേഴ്സ്. അതിലൂടെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. കാരണം മലയാളം ബൈബിൾ പലരും വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ആമേൻ. അപ്പോൾ സമയം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? എഫെസ്യർ 2:5-7 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തരത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ എന്തിനു തെരഞ്ഞെടുത്തു? ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ. ഇത് ആരാ പറഞ്ഞെന്നറിയാമോ? പൗലോസ്. ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് പറയുകയാണ്, ആമേൻ, നിങ്ങളെ തെരഞ്ഞെടുത്തു. ഒന്ന്, എപ്പോ തെരഞ്ഞെടുത്തു? സമയത്തിന് മുമ്പ്. പൗലോസ് ഇപ്പൊ എവിടെ നിൽക്കണേ? സമയത്തിൽ നിൽക്കുക. പൗലോസ് സമയത്തിൽ നിൽക്കുക. എന്നിട്ട് പറയാണ്, സമയത്തിന് മുമ്പ് നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാമോ? സമയത്തിന് ശേഷം വരും കാലങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ദാനത്തെ, ആ വാത്സല്യത്തെ നിങ്ങളെ കാണിക്കേണ്ടതിന് അവൻ സമയത്തിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തു. മനസ്സിലായോ? സമയം അപ്പുറവും ഇപ്പുറവും നമ്മൾ ബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. സമയത്തിന് മുമ്പേ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിന്? തന്റെ വാത്സല്യം, തന്റെ സ്നേഹ, തന്റെ കൃപയുടെ അത്യന്ത വലിപ്പം നിങ്ങളെ കാണിക്കേണ്ടതിന്. എപ്പോ? ഫോർ ദ ഏജസ് ടു കം, വരാൻ പോകുന്ന യുഗത്തിൽ. ആമേൻ. ഇന്ന് നമ്മൾ അതിന്റെ ഒരു ടേസ്റ്റ് മാത്രം അനുഭവിക്കുന്നത്. അതിന്റെ ഒരു ടേസ്റ്റ്, ഒരു ഫോർ ടേസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഇതാണ് അവന്റെ സ്നേഹത്തിന്റെ അനുഭവമെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ നിത്യതയിലെ കർത്താവോടുകൂടി ഇങ്ങ് പോകുമ്പോ എന്തായിരിക്കും ആ ടേസ്റ്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, നമുക്ക് ഒരു വാസമുണ്ട്. ആ വാസത്തിന് മുമ്പുള്ള ഒരു പ്രൊജക്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഇനി നമ്മൾ നിത്യതയിൽ നിന്ന് നമ്മൾ മാറാൻ പോവുകയാണ്. നിത്യതയിൽ നിന്ന് മാറി നമ്മുടെ സമയത്തിലേക്ക് വരികയാണ്. സമയത്തിനുള്ളിലേക്ക് നമ്മൾ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഹെലികോപ്റ്ററിൽ പോങ്ങി മൊത്തം ഒന്ന് കാണുന്നത് പോലെ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേന്ദ്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന തവള കണ്ടതുപോലെയാണ് ഇത്രയും നാള് ദൈവം, അതായത് സഭായോഗങ്ങളെ കണ്ടിരുന്നതെങ്കിൽ ഇനി അതെല്ലാം വിടുകയാണ്. ആമേ. ഞങ്ങളുടെ ചർച്ചാണ് ലോകത്തിലെ ചർച്ച എന്നുള്ള ചിന്തയായിരുന്നു ഈ നമുക്കുണ്ടായിരുന്നതെങ്കിൽ ഒരു തവള പറയുകയാണ്, കേന്ദ്രത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, ഇതാണ് ലോകം. ആമേ. എന്നാൽ അതല്ല. ഒരിക്കലും ആ തവള അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു പോയപ്പോൾ ഒരു കുളം കണ്ടു. കുളം കണ്ടപ്പോൾ തവള പറഞ്ഞു, അയ്യോ, ഇത്രയും നാൾ ഞാൻ കണ്ടതല്ല ലോകം, ഈ കുളമാണ് ലോകം. ഹല്ലേലൂയ. കുറച്ചു കഴിഞ്ഞപ്പോ ആ തവള അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞപ്പോ താൻ ഒരു നദി കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ, എനിക്ക് മണ്ടത്തരം പറ്റി. ഞാൻ വസിച്ചത് കിണറുമല്ല ലോകം, അതോടൊപ്പം തന്നെ ഞാൻ കണ്ട പുഴയുമല്ല ലോകം. ഈ കാണുന്ന, അതായത് ഇപ്പൊ കടല് കണ്ടെങ്കിൽ ഈ കാണുന്ന കടലാണ് ലോകം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നാൽ ഇത് അവിടെ ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നേരെ പൊങ്ങുകയാണ്. ഒരു ഹെലികോപ്റ്റർ പൊങ്ങുന്നത് പോലെ പൊങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യൻ കാണുന്നത് പോലെയല്ല, പകരം പിശാച് കാണുന്നത് പോലെയുമല്ല, പകരം ദൈവം കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുകയാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പഴയ നിയമത്തിൽ നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. കാരണം നിങ്ങളുടെ വഴികൾ മാറിപ്പോകാൻ കാരണം എന്നറിയാമോ? നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്തകൾ. അതുകൊണ്ട് എന്റെ വഴിക്കൊത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല നിയമം പറയുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം. അങ്ങനെ നിങ്ങളുടെ വഴി എന്റെ വഴിയായി തീരണം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഉയരത്തിലുള്ള ആരുടെ ചിന്തയാ? ദൈവത്തിന്റെ ചിന്തയാ. അതുകൊണ്ടാണ് അനുഗ്രഹീത അപ്പസ്തോലൻ പറയാനിടയായത്, ഞങ്ങൾ തികഞ്ഞവരോട് ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തെ ഭരിക്കുന്ന പൈശാചിക പ്രമുഖന്മാരായ ലൂസിഫറിന്റെ ജ്ഞാനവുമല്ല, പകരം